PP പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മെസ്സി ആരാധകർക്ക് സന്തോഷ വാർത്ത. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായുള്ള ഫാൻസ് ഷോ പൂർണ്ണമായും സൗജന്യമാവുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. സുരക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സുരക്ഷ പരിഗണിച്ച് സിറ്റിംഗ് കപ്പാസിറ്റി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുമെന്നും എതിരാളികൾ ആരെന്ന പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര മത്സരത്തിനായി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സജ്ജമാക്കുകയാണെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ടീമിന്റെ അധികാരികൾ ഫീൽഡിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് പറഞ്ഞതെന്നും അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ നടക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും മന്ത്രി മത്സരത്തിന് അനുയോജ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി ഉടൻ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരായ കായിക പ്രേമികൾക്ക് മെസ്സിയെ കാണാൻ അവസരമൊരുക്കും. അത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. 50,000-ൽ താഴെ ആളുകളെ മാത്രമാണ് ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാനാവുക എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലേക്കൊരു ലെജൻഡ് വരുമ്പോൾ അവരെ കാണുക എന്നത് ആവേശമാണ്. അത് ഫുട്ബോൾ ആവേശം കൂടിയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന തരത്തിൽ പദ്ധതി ഒരുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കർമ്മ പദ്ധതി എന്നും മന്ത്രി വ്യക്തമാക്കി. സ്റ്റേഡിയത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. നിർമ്മാണം തന്നെ വ്യത്യസ്ത മോഡലിലാണ്. അത് പലർക്കും അറിയില്ല. NIT പരിശോധനയിലാണ് അത് മനസ്സിലായത്. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനായി 35,000 ആളുകൾക്കായി പരിമിതപ്പെടുത്തുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മത്സരത്തിന് അനുയോജ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി ഉടൻ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരായ കായിക പ്രേമികൾക്ക് മെസ്സിയെ കാണാൻ അവസരമൊരുക്കും. അത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. 50,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാനാവുക എന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.